السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وآله وصحبه أجمعين وبعد. ബഹുമാന്യരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പഠിതാക്കളെ, ശ്രോതാക്കളെ, അൽ അർബഊൻ അന്നവവിയയിൽ 5-ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മുടെ പഠന വിഷയം. ഹദീസ് നമുക്ക് ഇപ്രകാരം വായിക്കാം. عن أم المؤمنين أم عبد الله عائشة رضي الله تعالى عنها قالت قال رسول الله صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس منه فهو رد. رواه البخاري ومسلم. وفي رواية لمسلم من عمل عملا ليس عليه أمرنا فهو رد. ഈ ഹദീസ് ഏറെ പ്രാധാന്യമുള്ള ഹദീസാണ്. ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, മദാറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അച്ചുതണ്ടായി വർത്തിക്കുന്ന 2 ഹദീസുകളുണ്ട്. ഒന്ന് ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് എന്ന് തുടങ്ങുന്ന ഹദീസ്. രണ്ടാമത്തേത് നമ്മുടെ ഈ ഹദീസ് മൻ അഹദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് പറയുന്ന ഹദീസ്. കാരണം മനുഷ്യരുടെ ആന്തരിക കർമ്മങ്ങൾ തൂക്കുവാനുള്ള തുലാസ് എന്ന നിലക്കാണ് അൽ അമാലു ബിന്നിയാത്ത്, ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന ഹദീസിനെ പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ മനുഷ്യരുടെ ബാഹ്യകർമ്മങ്ങളെ തൂക്കുവാനുള്ള, അളക്കുവാനുള്ള അളവുകോലാണ് ഈ ഹദീസ്. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞു, ഹാദൽ ഹദീസു അസ്ലുൻ അദീമു മിൻ ഉസൂലിദ്ദീൻ, ഉസൂലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ മഹത്തായ ഒരു അടിസ്ഥാനമാകുന്നു ഈ ഹദീസ്. അല്ലാമത്തു ഷൗക്കാനി റഹിമഹുല്ല പറഞ്ഞു, ഹാദൽ ഹദീസ് മിൻ ഖവാഇദിദ്ദീൻ ലിഅന്നഹു യൻദരിജു തഹ്തഹു മിനൽ അഹ്കാമി മാ ലാ യഅതി അലൈഹിൽ ഹസ്ർ. ഈ ഹദീസ് ഇസ്ലാമിൻ്റെ ഒരു വലിയ തത്വമാണ്. കാരണം ഈ ഹദീസിന് കീഴിൽ ക്ലിപ്തപ്പെടുത്താനാവാത്ത വിധം മതവിധികൾ അന്തർലീനമായി കിടക്കുന്നു. അപ്പോൾ ഏറെ പ്രാധാന്യമുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു അബ്ദില്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് നിവേദനം. ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസിനികളുടെ മാതാവ് എന്ന ഈ ഒരു വിളിപ്പേര്. അതേപോലെ ഉമ്മു അബ്ദില്ല, അത് മറ്റൊരു വിളിപ്പേര്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഓരോരുത്തരും ഉമ്മുൽ മുഅ്മിനീൻ എന്ന വിളിപ്പേരുള്ളവരാണ്. ഉമ്മു അബ്ദില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് വിളിപ്പേര് വരാൻ കാരണം അവർക്ക് അബ്ദുള്ള എന്ന കുട്ടി ഉണ്ടായതുകൊണ്ടല്ല. ചിലരങ്ങനെ അബ്ദുള്ള എന്നൊരു കുട്ടി അവർക്ക് ഗർഭത്തിൽ വെച്ച് മരിച്ചതായി പറയപ്പെടുന്നു. പക്ഷെ ആ വീക്ഷണം ശരിയല്ല, ആ അഭിപ്രായം ശരിയല്ല. അവരുടെ സഹോദരി അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ പുത്രൻ അബ്ദുള്ള ഇബ്നു സുബൈർ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സംരക്ഷണത്തിലും ശിക്ഷണത്തിലുമാണ് വളർന്നത്. അതുകൊണ്ട് അബ്ദുള്ളയിലേക്ക് ചേർത്താണ് ഉമ്മു അബ്ദില്ല എന്ന വിളിപ്പേര് അവർക്ക് വന്നത് എന്നതാണ് ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിലക്ക് അവരെ ഉമ്മു അബ്ദില്ല എന്ന് വിളിച്ചത് വന്നിട്ടുണ്ട്. കുനിയത്തിന്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മു അബ്ദില്ല, 2 വിളിപ്പേർ ഇവിടെ നമ്മൾ വായിക്കുന്നു. അപ്പേരിൽ ആരിലേക്കാണ് ചേർത്ത് വിളിക്കുന്നത്? അപ്പേരിൽ മക്കളില്ലെങ്കിലും കുഞ്ഞത്ത് വിളിക്കപ്പെടുക എന്നുള്ളത് പ്രാധാന്യമുള്ള വിഷയമാണെന്ന് അറിയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഒരു കുട്ടിയെ അബാ ഉമൈർ എന്ന് വിളിച്ചത് ഹദീസിൽ വായിക്കുന്നുണ്ട്. ഒരു ചരിത്രം ഓർക്കുന്നത്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിക്ഷണത്തിൽ വളരുന്ന കാലം. ഇമാം മാലിക് എപ്പോഴും ഇമാം ഷാഫിഈയെ അനുസ്മരിക്കുമായിരുന്നു എന്നാണ്. എപ്പോഴും വീട്ടിൽ ഷാഫിഈ എന്നുള്ള പേര് പരാമർശിക്കുന്നത് കാരണത്താൽ ഇമാം മാലിക്കിൻ്റെ മകൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണണമെന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നറിയണമെന്നും ആഗ്രഹിച്ചിരുന്നു എന്നാണ്. ഒരു ദിവസം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫിഈയെ വീട്ടിൽ വിരുന്നു വിളിച്ചു, താമസത്തിന് ക്ഷണിച്ചു. അന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം നിരീക്ഷിച്ചു. രാത്രി ഭക്ഷണം വിളമ്പി വെച്ചു. ആ ഭക്ഷണം കഴിക്കുന്നത് നിരീക്ഷിച്ചു. രാത്രി നമസ്കാരത്തിന് വുളു ചെയ്യാനുള്ള വെള്ളം വെച്ചു. ആ വിഷയവും നിരീക്ഷിച്ചു. പക്ഷേ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി രാത്രി വുളു ചെയ്യാൻ വേണ്ടി വെച്ച വെള്ളം അത് തൊട്ടിരുന്നില്ല. അപ്പോൾ ഈ മഹദി വിചാരിച്ചത്, ഒരു വിജ്ഞാന കുതുകിയുടെ താലിബുൽ ഇൽമിൻ്റെ മര്യാദ ഷാഫിഈയിൽ കണ്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഉപ്പ ഇത്രമേൽ ഷാഫിഈയെ പരാമർശിക്കുന്നത്? ഇമാം മാലിക്കിനോട് മകൾ അത് പറഞ്ഞു. ഉപ്പ, ഒരു താലിബുൽ ഇൽമിൻ്റെ, വിജ്ഞാന ദാഹിയുടെ അന്വേഷകൻ്റെ പ്രത്യേകത ഞാൻ ഷാഫിഈയിൽ കണ്ടില്ലല്ലോ.
രാത്രി ഭക്ഷണം വെച്ചപ്പോൾ ഞാൻ നിരീക്ഷിച്ചു, അദ്ദേഹം കൂടുതൽ ഭക്ഷിക്കുന്നത് കണ്ടു. രാത്രി നമസ്കരിക്കുവാനുള്ള വെള്ളം വെച്ചു, ആ വെള്ളം അദ്ദേഹം ഉപയോഗിച്ചതേയില്ല. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇമാം മാലിക് ഈ വിഷയം ചോദിച്ചപ്പോൾ രാത്രി ഭക്ഷണം കൂടുതൽ കഴിക്കാൻ കാരണം ഉമ്മയെ വിട്ടുപിരിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിയുടെ ജന്മദേശം ഗസയാണ്. ഇമാം ഷാഫിയെ കുരുന്നായിരിക്കെ ഉമ്മയാണ് വളർത്തുന്നത്. ആ ഉമ്മയെ പിരിഞ്ഞതിന് ശേഷം കുരുന്നായ ഉമ്മ തന്നെ ആകുമ്പോൾ കുരുന്ന് പ്രായത്തിൽ തന്നെ ഇമാം ഷാഫി മക്കയിലാണ് വളരുന്നത്. അപ്പോൾ ഉമ്മയെ പിരിഞ്ഞതിൽ പിന്നെ അദ്ദേഹം കൂടുതൽ ഭക്ഷണം കഴിക്കുകയുണ്ടായിട്ടില്ല. ഭക്ഷണം ഹലാലും വിശുദ്ധവുമാകാൻ ഏറെ തൽപരനായിരുന്ന അദ്ദേഹം വളരെ പരിമിതമായി കഴിച്ചിരുന്നുള്ളൂ. ഇമാം മാലിക്കിന്റെ അരികിലെത്തിയപ്പോൾ ഇമാം മാലിക്കിന്റെ വീട്ടിൽ ഭക്ഷണം വിശുദ്ധമായിരിക്കുമെന്നുള്ള ഉറപ്പുള്ളതിന് കാരണത്താലാണ് അദ്ദേഹം ആ ചാൻസിൽ കൂടുതൽ കഴിക്കുകയുണ്ടായത് എന്ന് പറയുകയുണ്ടായി. പിന്നെ വുളു ചെയ്യാൻ വെച്ച വെള്ളം തൊട്ടില്ല എന്ന് പറയാൻ കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ രാത്രി ഉറങ്ങിയിരുന്നില്ല. ഇഷാക്ക് വുളു ചെയ്ത ആ വുളു തന്നെ എനിക്ക് ഫജ്ർ നമസ്കാരത്തിലേക്കും ശേഷിച്ചു, രാത്രി നമസ്കാരത്തിനും ശേഷിച്ചു. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ എന്താണ് ഉറങ്ങാതിരുന്നത്? എന്തു വിഷയമാണ് നിങ്ങളെ അസ്വസ്ഥമാക്കിയത്? അപ്പോൾ ഇമാം ഷാഫി റഹിമഹുള്ള പറയുന്നുണ്ട്, ഞാൻ മദീനയിൽ വന്നപ്പോൾ മദീനയുടെ വഴികളിലൂടെ മദീനയുടെ ചെരുവുകളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നതും പോയതുമൊക്കെ ആലോചിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് സംഭാഷണം നടത്തിയതും ആളുകളുമായി കഴിഞ്ഞതുമൊക്കെ ഓർക്കുകയും ചെയ്യുമായിരുന്നു. രാത്രി ഇവിടെ ഇന്നലെ കൂടിയപ്പോൾ ഒരു ഹദീസാണ് എൻ്റെ മനസ്സിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നടക്കുമ്പോൾ അബൂ ഉമൈർ എന്ന് പറയുന്ന കുട്ടി ഒരു കിളിയെ കൊണ്ട് കളിച്ചിരുന്നു. ആ കിളി പിന്നീട് ചത്തുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ കാണുമ്പോൾ വിഷമിച്ചിരിക്കുന്ന കുട്ടിയായിരുന്നു. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, അബൂ ഉമൈർ നുഗൈർ പക്ഷി അത് എന്ത് ചെയ്തു, എന്തു പറ്റി എന്ന് ചോദിച്ചു. ഈ ഒരു ഹദീസ് ഞാൻ ഇന്നലെ ആലോചിച്ചു. ആ ആലോചനയിൽ 40 കർമ്മശാസ്ത്ര മസലകൾ ഞാൻ കണ്ടെത്തി. മാത്രമല്ല അതിൽ ഞാൻ കണ്ടെത്തിയ ഒരു മസലയാണ്, ഒരാൾക്ക് ഉമൈർ എന്ന് കുട്ടിയില്ലെങ്കിലും മകനില്ലെങ്കിലും അബാ ഉമൈർ എന്ന് വിളിക്കാം, ആ രീതിയിൽ കുഞ്ഞത്ത് വിളിക്കാം, കുഞ്ഞത്ത് വിളിക്കുന്നതിൻ്റെ പ്രാധാന്യം. ഈ ഒരു വിഷയവും ഞാൻ ഇന്നലെ ആലോചനയിൽ കണ്ടെത്തി. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഈ ഒരു ഹദീസിനെ കുറിച്ച് ആലോചിച്ച് പുലരുവോളം അതിലെ മസലകൾ ഓർക്കുകയായിരുന്നു എന്ന് ഇമാം ഷാഫി റഹിമഹുള്ള പറയുന്നുണ്ട്. നമ്മുടെ ഈ ഹദീസ് അത് നിവേദനം ചെയ്യപ്പെടാൻ കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി മുഹമ്മദ് ഇബ്നുൽ ഖാസിം ഇബ്നു മുഹമ്മദ് എന്നിവരുടെ അടുക്കൽ ഒരാൾ ഒരു വസിയത്തിന്റെ വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ചു വരുന്നുണ്ട്. ഒരു വ്യക്തി, അയാൾക്ക് 3 വീടുകൾ ഉണ്ടായിരുന്നു. ആ 3 വീടുകളുടെയും 1/3 ഭാഗം അയാൾ വസിയത്ത് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ വസിയത്ത് നടപ്പിലാക്കാൻ 3 വീടുകളുടെയും ഓരോ വീടിന്റെയും 1/3 ഭാഗം അതെടുത്താണ് വസിയത്ത് നടപ്പിലാക്കേണ്ടത്. അതല്ല 3 വീടുകളിൽ ഒരു വീടിൽ പരിമിതപ്പെടുത്തിയിട്ട് ആ വസിയത്ത് നടപ്പിലാക്കിയാൽ മതിയോ എന്ന ചോദ്യം വന്നപ്പോൾ അൽ ഖാസിം ഇബ്നു മുഹമ്മദ്, അദ്ദേഹം അൽ ഫുഖഹാ ഉസ്സബഅ, മദീന കണ്ട 7 ഫുഖഹാക്കൾ, വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 7 ഫുഖഹാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം 1/3 ഒരു വീടായി പരിഗണിച്ചാൽ മതി, 3 വീടുകളെയും ഭാഗിക്കേണ്ടതില്ല എന്ന ഫത്വ നൽകി. എന്നിട്ട് അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഈ ഹദീസിനെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റാവിയാണ് അൽ ഖാസിം ഇബ്നു മുഹമ്മദ്. അവിടെ ആ വസിയത്ത് ചെയ്ത വ്യക്തിയുടെ വസിയത്ത് അത് ഏറ്റവും ഉപകാരപ്രദമായ നിലക്ക്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായ നിലക്ക് അതിനെ മാറ്റം വരുത്തി നടപ്പിലാക്കാം എന്നതിന്റെ ഒരു മസ്അല അവിടെ നാം വായിക്കുന്നു. ഏതായാലും അദ്ദേഹം നമ്മുടെ ഈ ഹദീസ് പറയുവാനുണ്ടായ, ഉദ്ധരിക്കുവാനുണ്ടായ ഒരു സാഹചര്യം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അത് ഞാനിവിടെ ഉണർത്തി എന്ന് മാത്രം. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു അബ്ദില്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് ഹദീസ്. ഖാലത്ത്, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ, വല്ലവരും പുതുതായി ഉണ്ടാക്കി, ഫി അംരിന, നമ്മളുടെ ഈ അമ്രിൽ, അഥവാ ഫി അംരിന എന്നുള്ളയിടത്ത് നമ്മുടെ അമ്ര എന്ന് പറഞ്ഞാൽ, അമ്ര എന്ന് പറഞ്ഞാൽ അവിടെ കൽപ്പന എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ കാര്യം എന്ന അർത്ഥത്തിലാണ്, ഷഅൻ എന്ന അർത്ഥത്തിലാണ്. നമ്മുടെ ഈ അമ്ര എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇവിടെ ദീനാണ്. അപ്പൊ ഫി അംറിന എന്ന് പറഞ്ഞാൽ ഫി ദീനിന. അപ്പൊ നമ്മുടെ ദീനിൽ, ഇസ്ലാമിൽ ഒരാൾ അല്ലെങ്കിൽ വല്ലവരും പുതുതായി ഉണ്ടാക്കിയാൽ, അതാണ് ഫി അംറിന ഹാദ, നമ്മുടെ ഈ ദീനിൽ മാ ലൈസ മിൻഹു, അതിലില്ലാത്തത്,
ചില റിപ്പോർട്ടുകളിൽ മാ ലൈസ ഫീഹി എന്നാണ്. ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, തള്ളപ്പെടും എന്നുള്ളതാണ്. റദ്ദുൻ എന്നുള്ളത് അവിടെ മസ്ദറാണെങ്കിലും അത് ഇസ്മു മഫ്ഊലിന്റെ മാനയിൽ മർദൂദ് എന്ന ഉദ്ദേശത്തിലാണ്. അപ്പൊ ഇവിടെ മൻ അഹദസ, വല്ലവരും പുതുതായി ഉണ്ടാക്കിയാൽ, ദീനിലില്ലാത്തത് പുതുതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫി അംരിന ഹാദ, നമ്മുടെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദുന്യവിയായിട്ട് എന്തെങ്കിലും കണ്ടെത്തലുകളോ കാര്യങ്ങളോ അല്ല. മലൈസ മിൻഹു അല്ലെങ്കിൽ മലൈസ ഫീഹി, അതിൽ ഇല്ലാത്തത്. ഫഹുവ റദ്ദുൻ ഫഹു മർദൂദുൻ എന്ന് പറഞ്ഞാൽ ലാ ഇബ്രത്ത്, അതിനൊരു പരിഗണനയില്ല. വല ഖീമത്ത്, അതിനൊരു വിലയുമില്ല. ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം തിരസ്കരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതുമാണ് എന്നാണ് ഇവിടെ ഈ ഹദീസ് നമ്മളെ ഉണർത്തുന്നത്. ബിദ്അത്തുകൾ അതാണല്ലോ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ. അത് അസ്വീകാര്യമാണ്, അതിനൊരു പരിഗണനയോ നിലവാരമോ ഉണ്ടാകില്ല എന്നുള്ളതാണ്, ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഹദീസ് ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞില്ലേ, ഷാത്തുക ഷാത്തു ലഹ്മിൻ, നിന്റെ ആട് മാംസത്തിന് വേണ്ടി അറക്കപ്പെട്ട ആട് മാത്രാണ് എന്ന്. എന്തേ അത് പറയാൻ കാരണം? ബലിപെരുന്നാൾ ദിവസം നമസ്കാരത്തിന് മുമ്പ് അയാൾ ആടിനെ അറുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയും ദീനും എന്താണ്? ബലിപെരുന്നാൾ ദിവസം പെരുന്നാൾ നമസ്കരിച്ചതിന് ശേഷം അറക്കുക എന്നുള്ളതാണ്. അപ്പോ ആ കൽപ്പനക്ക് കാര്യത്തിന് എതിരിലാണ് അയാളുടെ അറിവുണ്ടായത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഷാത്തു കഷാത്തു ലഹ്മിൻ എന്ന്. അത് പരിഗണനീയമല്ല, ബലിയായി സ്വീകാര്യവുമല്ല എന്നുള്ളതാണ്. അപ്പൊ ദീനിൽ ഇല്ലാത്ത കാര്യം പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ തള്ളപ്പെടും എന്നതിന്റെ ഒരു ഉദാഹരണമാണത്. അത് കൊണ്ടുവരുന്നവർ നല്ല ഉദ്ദേശക്കാരാണെങ്കിലും ശരി. കം മുരീദിൻ ലിൽ ഖൈരി ലം യുസിബുഹു, നന്മ ഉദ്ദേശിക്കുന്ന എത്ര ആളുകളുണ്ട്, അവർക്ക് ആ നന്മ ലഭിച്ചിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ? ആരുടെ വിഷയത്തിലാണ് പറഞ്ഞത്? ഇറാഖിലെ കൂഫയിൽ പള്ളിയിൽ കുറെ ആളുകൾ ഹലഖകളായി ഇരുന്ന് അവർ പറയും, ഹല്ലിലു മിഅ കബ്ബിറു മിഅ സബ്ബിഹു മിഅ ഇഹ്മദു മിഅ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു, 100 തവണ തസ്ബീഹ് ചൊല്ലു, 100 തവണ തക്ബീർ ചൊല്ലു, 100 തവണ ഹംദ് ചൊല്ലു. അപ്പോ ആ കൽപ്പന കേട്ട് ഓരോരുത്തരും 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. അത് എണ്ണം പിടിക്കാൻ അവർ കല്ലുകൾ പെറുക്കി വെക്കുകയും ചെയ്യും. ഒരു ദിക്ർ ഹൽക്കകൾ ആ പള്ളിയിൽ സംഘടിതമായതാണ്. അവിടെ വന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതറിഞ്ഞപ്പോൾ നഖശിഖാന്തം അതിനെ എതിർത്തു. കൂടെ അബൂ മൂസൽ അശ്അരിയും ഉണ്ടായിരുന്നു. പക്ഷേ ശക്തിയുക്തം ആ ഒരു പ്രവൃത്തിയെ എതിർത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലും തസ്ബീഹ് ചൊല്ലലും തക്ബീർ എടുക്കലും തഹ്മീദ് നിർവഹിക്കലും ഒക്കെ ദീനിലുണ്ട്. അത് ഈ രീതിയിൽ ചെല്ലുന്ന ഒരു പ്രവൃത്തി ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. അത് മുൻ മാതൃകയില്ലാത്തതാണ്. അവർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്ന ഇല്ലൽ ഖൈർ, അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്. അവിടെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, കം മുരീദിൻ ലിൽ ഖൈർ ലം യുസിബ്ഹു, നന്മ ഉദ്ദേശിക്കുന്ന എത്ര ആളുകളുണ്ട്, പക്ഷേ അവർക്ക് ആ നന്മ നേടാൻ സാധ്യമല്ല എന്ന്. അത് ഈ ഒരു ഹദീസിനെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു മികച്ച ഉദാഹരണമാണ്. ഇവിടെ ഈ ഹദീസ് റവാഹുൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരിയും മുസ്ലിമുമാണ് നിവേദനം ചെയ്യുന്നത്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിവേദനത്തിൽ ഈ ഹദീസ് ഇപ്രകാരമുണ്ട്. എന്നാൽ ഇമാം മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനത്തിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ എന്നുകൂടിയുണ്ട്. ഈ ഒരു റിപ്പോർട്ട് അത് ഇമാം ബുഖാരിയുടെ സഹീഹിലില്ല. മൻ അമില അമലൻ, വല്ലവരും വല്ല കർമ്മവും ചെയ്തു, ലൈസ അലൈഹി അംറുന, ലൈസ അലൈഹി അതിന്മേൽ ഇല്ല, അമ്രുന നമ്മളുടെ, അമ്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറിയിപ്പ്, നിർദ്ദേശം, ചര്യ, വിധി, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അറിയിപ്പോ വിധിയോ നിർദ്ദേശമോ ഇല്ലാത്ത വല്ല അമലും ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അതും റദ്ദാണ്. റദ്ദ് എന്ന് പറഞ്ഞാൽ മർദൂദ്, തള്ളപ്പെടുന്നതാണ്, അതിന് പരിഗണനയില്ല, വിലയില്ലാത്ത കാര്യമാണ് എന്നാണ് ഉണർത്തുന്നത്. മൻ ഹദസ ഫി അംരിന എന്നതിൽ നമ്മളുടെ ദീനിൽ പുതുതായി ഉണ്ടാക്കിയാൽ, ഒരാൾ പുതുതായി ഉണ്ടാക്കുന്നതിനെ, ബിദ്അത്ത് ഉണ്ടാക്കുന്നതിനെ അത് സൂചിപ്പിക്കുന്നു. എന്നാൽ മൻ അമില അമലൻ എന്നുള്ള പ്രയോഗം മുമ്പുണ്ടാക്കിയത് ഒരാൾ പ്രവർത്തിച്ചാൽ അതിനെ കൂടി അത് ഉൾക്കൊള്ളുന്നു. താനുണ്ടാക്കിയതാകട്ടെ, തന്റെ മുമ്പുണ്ടാക്കപ്പെട്ടത് ഒരാൾ പിൽക്കാലത്ത് ചെയ്യുകയാകട്ടെ. അപ്പോൾ കൂടുതൽ ആശയവൈപുല്യം ഇമാം മുസ്ലിമിന്റെ ഈ ഒരു റിവായത്തിനുണ്ട് എന്നത് നമുക്കിവിടെ ബോധ്യപ്പെടുന്നു. ഏതായാലും ഈ രണ്ട് റിവായത്തുകൾ നമ്മളോട് ഉണർത്തുന്നത് ബിദ്അത്തുകളുടെ ഗൗരവമാണ്. ബിദ്അത്തുകൾ പരിഗണിക്കപ്പെടാവതല്ല, അതിനൊരു മൂല്യവും ഇല്ല, അത് തിരസ്കരിക്കപ്പെടേണ്ടതും അസ്വീകാര്യവുമാണ് എന്നുള്ളതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നേ ദിനം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നു എന്ന്. ദീൻ കാമിലാണ്,
കമാലാണ് ദീനിന്റെ പ്രത്യേകത, പരിപൂർണത എന്ന്. അപ്പൊ പരിപൂർണത കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ഈ ദീനിൽ വല്ലവരും പുതുതായി ഉണ്ടാക്കുന്നുവെങ്കിൽ, ബിദ്അത്ത് ഉണ്ടാക്കുന്നുവെങ്കിൽ, അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ ചെയ്തികൾ തെളിയിക്കുന്നത്, അറിയിക്കുന്നത്, വിളിച്ചറിയിക്കുന്നത് ദീൻ അപൂർണമാണ്, അതുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ ഞങ്ങൾ പുതുതായി ചെയ്യുന്നതൊക്കെ ഈ ദീനിൽ വേണം എന്നുള്ളതാണ്. അത് വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു വിധിയാണ്. അതുകൊണ്ടാണ് ബിദ്അത്തുകൾ ദീനിൽ ഉണ്ടാക്കപ്പെടുന്നതിന് സഗൗരവം എതിർക്കുകയും അപ്രകാരം മുന്നറിയിപ്പുകൾ ആ വിഷയത്തിൽ വരികയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ദീൻ അതിന്റെ മഹനീയതയെ കെടുത്തുന്ന, ദീനിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന എത്രയെത്ര ബിദ്അത്തുകൾ, ബിദ്അഈ കക്ഷികൾ ചരിത്രത്തിൽ ഉടലെടുത്തു. ബിദ്അത്തുകൾ ഉടലെടുക്കുമ്പോൾ ആ സ്ഥാനത്ത് സുന്നത്തുകൾ നിഷ്പ്രഭമാവുകയും അസ്ഥാനത്താവുകയും ചെയ്യുന്ന ഒരു ദുരിതാവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്നവരുടെ വിഷയത്തിൽ നൽകിയ ശക്തമായ മുന്നറിയിപ്പുകൾ അതിനാലാണ് നാം വായിക്കുന്നത്. ബിദ്അത്ത് ചെയ്യുന്നവർക്ക് തൗബയില്ലെന്ന് അറിയിക്കുന്ന മുന്നറിയിപ്പുകൾ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, വഴികേട് നരകത്തിലുമാണെന്ന് അറിയിക്കുന്ന മുന്നറിയിപ്പുകൾ. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. മാത്രമല്ല, ദീനിൽ പുതുതായി ഉണ്ടാകുന്നവർ പരലോക കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിക്കുമ്പോൾ സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലശേഷം മാറ്റം വരുത്തിയവർ, പുതുതായി ഉണ്ടാക്കിയവർ, അവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ദൂരെ പോകൂ, ദൂരെ പോകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന്, ഹൗദിൽ നിന്ന് പാനം ചെയ്ത് പരലോക കോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാകാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ആളുകളായിരിക്കും ബിദ്അത്തിന്റെ ആളുകൾ. അവർ ദൂരപ്പെടുത്തപ്പെടുമ്പോൾ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിങ്ങളുടെ കാലശേഷം അവർ പുതുതായി ഉണ്ടാക്കിയതിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് സഗൗരവം ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകൾ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ഒരു തികഞ്ഞ മുന്നറിയിപ്പാണ് നമ്മുടെ ഈ ഹദീസ്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അർബഊൻ അൻ-നവവിയ്യയിൽ അഞ്ചാമതായി ഒരു ഹദീസിനെ നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ മഹബായ ഫദ്ലിനാൽ നാം ഏവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ തൃപ്തിപ്പെട്ട് അതനുസരിച്ച് ജീവിക്കുവാനുള്ള തുണയേകി തൗഫീഖേകി നാം ഏവരെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.